ഇന്ത്യയുടെ ആകാശശക്തി അടുത്ത വർഷങ്ങളിൽ എത്രത്തോളം മാറാൻ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു യുദ്ധവിമാനം ശത്രുവിന്റെ ശക്തമായ ബങ്കറുകൾ നൂറുകണക്കിന് കിലോമീറ്റർ അകലിൽ നിന്ന് തന്നെ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ വഹിക്കും. അതേസമയം ശത്രു യുദ്ധവിമാനങ്ങളെ കണ്ണിന് കാണാത്ത ദൂരത്തിൽ നിന്ന് തന്നെ വേട്ടയാടാനും കഴിയും. അത്തരമൊരു പുതിയ ശക്തിയാണ് ഇപ്പോൾ നമ്മുടെ ഭാരതം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, HAL തേജസ് MK2 കുറിച്ചാണ് പറയുന്നത്. ഇതൊരു സാധാരണ അപ്ഗ്രേഡ് അല്ല. ഇന്ത്യയുടെ ഭാവിയിലെ വ്യോമരക്ഷാ തന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിൽ ഒന്നായി നമ്മുടെ തേജസ് MK2 മാറുമെന്നത് പ്രതിരോധ വൃത്തങ്ങൾ തന്നെ വിലയിരുത്തുന്ന ഒരു വലിയ നേട്ടമാണ്. വാർത്ത ഞാൻ വിശദമാക്കാൻ പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിക്കുന്ന തേജസ് MK2 സ്വദേശീയ എയറോസ്പേസ് സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം അടയാളപ്പെടുത്തുന്ന ഒരു മീഡിയം വെയ്റ്റ് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ആണ്. ഇത് പഴയ തേജസ് വെർഷനുകളുടെ ചെറിയ അപ്ഗ്രേഡ് മാത്രമല്ല, മറിച്ച് കൂടുതൽ ദൂരം ആക്രമിക്കാൻ കഴിയുന്ന, കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന, പൂർണ്ണമായും പുതുക്കി രൂപകൽപ്പന ചെയ്ത ഒരു യുദ്ധവിമാനമാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശക്തമായ ലോങ് റേഞ്ച് സ്ട്രൈക്ക് പ്ലാറ്റ്ഫോം നൽകുക എന്നതാണ് നമ്മുടെ തേജസ് MK2 പ്രധാന ലക്ഷ്യം. തേജസ് MK2 രൂപകൽപ്പനയിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എയർ ഫ്രെയിം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നതും എടുത്തു തന്നെ പറയണം. അതോടൊപ്പം തന്നെ കൂടുതൽ ശക്തി നൽകുന്ന F414 GE INS-6 എഞ്ചിൻ ഈ യുദ്ധവിമാനത്തിൽ ഉൾപ്പെടുത്താനാണ് പദ്ധതി. ഈ ശക്തമായ എഞ്ചിൻ കാരണം കൂടുതൽ ഭാരമുള്ള അത്യാധുനിക മിസൈലുകളും ബോംബുകളും തേജസ് MK2 തീരെ പ്രയാസമില്ലാതെ തന്നെ വഹിച്ചു പറക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തന ശേഷി വളരെ വലിയ രീതിയിൽ തന്നെയാകും ഉണ്ടാവുക. ഈ വിമാനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ആയുധങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്നത് സ്കാൽപ് PG ക്രൂയിസ് മിസൈലാണ്. ഈ മിസൈൽ ഉപയോഗിച്ച് ശത്രുവിന്റെ ശക്തമായ സുരക്ഷിതമായ ബങ്കറുകൾ, കമാൻഡ് സെന്ററുകൾ, പ്രധാന സൈനിക കേന്ദ്രങ്ങൾ എന്നിവയെ നൂറുകണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് തന്നെ ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയും. അതിനാൽ പൈലറ്റിന് ശത്രുവിന്റെ സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്ത് നിന്ന് ആക്രമണം നടത്താൻ കഴിയുമെന്നതും എടുത്തു തന്നെ പറയാം. ഇതിനൊക്കെ പുറമെ ഇസ്രായേൽ വികസിപ്പിച്ച ക്രിസ്റ്റൽ മെയ്സ് മിസൈൽ കൂടി ഈ വിമാനത്തിൽ ഉൾപ്പെടുത്താൻ പദ്ധതിയുണ്ട്. അത്യന്തം കൃത്യതയോടെ റഡാർ സ്റ്റേഷനുകൾ, സൈനിക ഇൻഫ്രാസ്ട്രക്ചർ, നിർണായക തന്ത്രപരമായ കേന്ദ്രങ്ങൾ എന്നിവയെ സർജിക്കൽ രീതിയിൽ നശിപ്പിക്കാൻ ഈ മിസൈൽ സഹായിക്കുമെന്നതാണ്. ഇതിലൂടെ തേജസ് MK2 കൃത്യതയുള്ള ആക്രമണശേഷി കൂടുതൽ ശക്തമാകും. ഭൂലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതിലുപരി ആകാശ യുദ്ധങ്ങളിലും തേജസ് MK2 ശക്തമായ ഒരു പ്ലാറ്റ്ഫോമായി മാറുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ യുദ്ധവിമാനത്തിൽ ഇന്ത്യയുടെ സ്വദേശി അസ്ത്ര മിസൈൽ സീരീസ് ഉൾപ്പെടുത്താനാണ് പദ്ധതി. അതിൽ അസ്ത്ര MK1, അസ്ത്ര MK2, ഭാവിയിൽ വികസിപ്പിക്കുന്ന അസ്ത്ര MK3 എന്നിവയും ഉൾപ്പെടും. ഈ മിസൈലുകൾ ഉപയോഗിച്ച് ശത്രു യുദ്ധവിമാനങ്ങളെ ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ നിന്നും ലക്ഷ്യം വെച്ച് നശിപ്പിക്കാൻ സാധിക്കും. അതേസമയം അടുത്ത ദൂരത്തിലുള്ള ആകാശ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷ് നിർമ്മിത ആശ്രം മിസൈൽ വലിയ സഹായകമാകും. ഇതിലൂടെ തേജസ് MK2 ദൂരെ നിന്നുള്ള ആക്രമണത്തിലും അടുത്ത ആകാശ യുദ്ധങ്ങളിലും ഒരുപോലെ ശക്തമായ ഒരു ഫൈറ്റർ ജെറ്റായി മാറുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും.